സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു NBC അക്കാഡമി. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ടാണ് വന്നേക്കുന്നത്. വയർ ഷാർക്ക്. അത് ഒരു നെറ്റ്വർക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു ടൂളാണ്. നെറ്റ്വർക്കിങ്ങിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് അത് ടൂൾ നല്ലതായിട്ടും ഹെൽപ്പ് ആവും. അപ്പൊ നമ്മൾ ആ ടൂളിനെ കുറിച്ചുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്താനുള്ള വീഡിയോ ആണിത്. സോ ലെറ്റ്സ് ഓപ്പൺ ദ ടൂൾ. ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് വയർ ഷാർക്ക് ഓപ്പൺ ആക്കുക. ഇതാണ് വൈഫൈ ലോക്കൽ ഏരിയ കണക്ഷൻസ് നോക്കുന്നു. 3 കണക്ഷൻസ് ഉണ്ട്. ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് കണക്ഷൻസ്. ഇപ്പൊ ഇത് എന്തിനു യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്കിന്റെ കാര്യങ്ങളും നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളും നെറ്റ്വർക്കിനെ അനലൈസ് ചെയ്യാനും മാപ്പ് ചെയ്യാനും ടോപ്പോളജി കണ്ടുപിടിക്കാനും അതിനൊക്കെയാണ്. ടോപ്പോളജി മീൻസ് ഒരു മാപ്പിങ്, ഒരു മാപ്പ് ചെയ്ത് ഒരു നമ്മളൊരു വൈഫൈ ഒരു നെറ്റ്വർക്കിനെ മാപ്പ് ചെയ്യാനും അതിനെ ലോക്കലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനും വേണ്ടിയുള്ള ഒരു ചെറിയൊരു ടൂളാണ്. ചെറുതല്ല, വലിയൊരു ടൂളാണ്. ഇത് നല്ലൊരു രീതിയിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇത്തർനെറ്റ് കണക്ഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇത്തർനെറ്റ് 3 പിന്നെ UPS ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് വൈഫൈ അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, വൈഫൈ അനലൈസ് ചെയ്ത് കുറെ IP അഡ്രസ് ഇങ്ങനെ വന്ന് താഴോട്ട് മണ്ടക്കൂടെ പോകുന്നത് നിങ്ങൾ കാണാമല്ലോ. കണ്ടോ, ഇഷ്ടം പോലെ IP അഡ്രസ്. അത് ഇതൊക്കെ പാക്കറ്റ്സ് എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ പാക്കറ്റ്സ് എന്ന് പറയും. ഈ പാക്കറ്റ്സ് ഓരോ ബിറ്റ് അല്ലെങ്കിൽ ഓരോ ബൈറ്റ് ആയിട്ട് ബൈൻഡേഴ്സ് ആയിട്ട് മാറും. ഇത് ഓൾറെഡി കണ്ടു. നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഇതൊക്കെ ചേഞ്ച് ആയിരിക്കുന്നതാണ്. ഇതൊക്കെ ഡീകോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഫയൽസ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഓപ്പൺ ജസ്റ്റ് ബേസിക്സ് എല്ലാ സോഫ്റ്റ്വെയർ ഉള്ള പോലെ ബേസിക് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് സ്ട്രൈറ്റ് ക്വിറ്റ് അടിക്കും, Ctrl+Q അടിച്ച് ക്വിറ്റ്. സോ അടുത്ത എഡിറ്റ് സെക്ഷനും നമുക്ക് പ്രീവിയസ് പോകാനും നെക്സ്റ്റ് പോകാനും ഫൈൻ നെക്സ്റ്റ്. ഇപ്പൊ നമ്മളൊരു കീബോർഡ് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് വേർഡിലോട്ട് മാറാനും പിന്നെ അപ്പുറത്തെ വേർഡിലോട്ട് പോകാനും അതിനൊക്കെ വേണ്ടിയുള്ള പാക്കറ്റുകൾ സെറ്റ് ആക്കാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പൊ വ്യൂ നമ്മൾക്ക് കാഴ്ച എങ്ങനെ ഇരിക്കണം, എങ്ങനെ യൂസർ ഇന്റർഫേസ് എങ്ങനെ ഇരിക്കണം, ലേഔട്ട് റീസെറ്റ് ആക്കണോ, പിന്നെ കളറൈസ് പാക്കറ്റ് ലിസ്റ്റ്, ഈ പാക്കറ്റ് ലിസ്റ്റ് മാറ്റണോ, അതൊക്കെയാണ് വ്യൂവിനകത്തുള്ള. ഗോ ടു ദ പാക്കറ്റ്. ഇപ്പൊ ഏത് പാക്കറ്റാന്ന് വെച്ചാൽ ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു ദ പാക്കറ്റ്. അതിനകത്ത് നമ്മൾ കയറുക. ലാസ്റ്റ് പാക്കറ്റ്. ഇപ്പൊ നമ്മൾ ലാസ്റ്റ് പാക്കറ്റ്, ഏറ്റവും ലാസ്റ്റ് അവസാനത്തെ പാക്കറ്റ് എത്തി. അത് ഇനി അവസാനിക്കുന്നില്ല, ഇത് ഇങ്ങനെ പോകൊണ്ടിരിക്കുന്നത്, ഒരിക്കലും നിൽക്കുന്നില്ല. വൈഫൈ ഇപ്പൊ എന്ന് വൈഫൈ ഓഫ് ആണോ അന്ന് ഇത് ഓഫ് ആവും. ഇത് എപ്പോഴും ഇങ്ങനെ അനലൈസ് ചെയ്ത് ഇങ്ങനെ പോകൊണ്ടിരിക്കും സോഴ്സ്. ഓക്കെ, 1 2 3 അവസാനത്തെ IP ഉണ്ടോ, ഇത്ര ചേഞ്ച് ചെയ്തുള്ളൂ. ഇപ്പം ഇതൊരു ബൈറ്റ് ആയിട്ട് എല്ലാം കോഡ് ചെയ്ത് ലെങ്ത് കണ്ടോ, കാണാതെ സൂം ചെയ്യാൻ പറ്റത്തില്ലല്ലേ. എക്സ്പാൻഡ് ചെയ്താണ്, എക്സ്പാൻഡ് കാണോ. അത് ഇത് ഡീകോഡ് ചെയ്ത് ഇപ്പം എൻകോഡ് ചെയ്തത്, എൻക്രിപ്റ്റ് ചെയ്ത കാര്യം നമ്മളിപ്പോ ഡീകോഡ് ചെയ്തെടുക്കും. കണ്ടോ, അപ്പം നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. അഡ്രസ്സും ഡെസ്റ്റിനേഷൻ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇപ്പം മനസ്സിലാക്കാം. ഇപ്പം TCP പ്രോട്ടോകോൾസും TCP SHS പ്രോട്ടോകോളൊക്കെ നമുക്ക് ഓപ്പൺ ആക്കാനും അത് ഓപ്പൺ ആണെന്ന് അറിയാനും Nmap ഉപയോഗിക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് അതൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് നമുക്ക് വൈഫൈയുടെ കുറിച്ച് നെറ്റ്വർക്കിനെ കുറിച്ച് മാത്രം അറിയാൻ പറ്റത്തുള്ളൂ. സോ ക്യാപ്ചർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്യാപ്ചർ ഇപ്പൊ നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ഓക്കെ നിന്നു. നമ്മൾ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ കണ്ടിന്യൂ വിത്തൗട്ട് സേവിങ് അടിക്കുക. ഒന്നും കൂടെ തന്നെ പിന്നെ ഒരു UDP പാക്കേജ് ജനറേറ്റ് ആവും നിങ്ങൾക്ക് കാണാം. സോ നമുക്ക് അടുത്ത പോകും. അനലൈസ് ചെയ്യുന്നത് ഇത്ര നമുക്ക് ഡീകോഡ് ചെയ്യാനും എൻക്രിപ്റ്റ് ആയി കിടക്കുന്ന കാര്യം ഡീകോഡ് ഒക്കെ ചെയ്യാനും പിന്നെ ഇതിനും ശരിക്കും മനസ്സിലാക്കാനും പാക്കറ്റുകളെ ഫോളോ ചെയ്യാനും അതിനെ ഡീപ്പായിട്ട് ഒന്ന് കുറച്ച് അനലൈസ് ചെയ്യാനും വേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വലിയ ഉപയോഗമൊന്നുമില്ല. ബട്ട് നമുക്ക് TCP സ്ട്രീംസ് ഗ്രാഫ് മനസ്സിലാവാൻ പറ്റും. TCP പ്രോട്സ് ഇങ്ങനെയാണോ, താഴോട്ട് കിടക്കുവാണെങ്കിൽ TCP പ്രോട്സ് വീക്കർ അല്ല, മണ്ടക്കോട്ടാണെങ്കിൽ TCP പ്രോട്സ് വീക്കർ ആണ്. ഗ്രാഫിൽ നമുക്ക് അത് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. എനിക്കിപ്പോൾ അത് കാണിക്കാൻ പറ്റത്തില്ല. സോ ക്യാപ്ചർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഫയല്. അതൊന്നും വേണ്ട നമുക്ക്. സോ ടെലിഫോണി ഇതാണ് എല്ലാവർക്കും വേണ്ടത്. നമുക്ക് വൈഫൈ ഓവർ കോൾസ്, വൈഫൈ ഓവർ കോൾസ് ഒക്കെ കാണാനും പിന്നെ മെസ്സേജ് ഇപ്പം നമ്മൾ ഒരാളെ വൈഫൈ വെച്ച് കോൾ ചെയ്യുവാണെങ്കിൽ RTP പ്രോട്ടോകോൾ ഉപയോഗിച്ച് നമുക്ക് സ്ട്രീംസിനെ കാണാൻ പറ്റും. ഇപ്പം വിളിക്കുക, ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുക, ആളുടെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പോലെ അയാൾ വിളിച്ച് സംസാരിച്ച കാര്യങ്ങൾ നമുക്ക് ഈ ഒരു RTP പ്രോട്ടോകോൾ വഴി നമുക്കത് കേൾക്കാൻ പറ്റും. സ്ട്രീമാണ്, നമുക്ക് സ്ട്രീം വഴി കേൾക്കാൻ പറ്റും. ഇപ്പം വയർലെസ്
വയർലെസ് സെക്ഷനിലോട്ട് പോകണമെങ്കിൽ ബ്ലൂടൂത്ത് 80 സെർവർ ആക്ടിവിറ്റീസ് ഉണ്ട്, പിന്നെ ബ്ലൂടൂത്ത് ഡിവൈസസ് ഉണ്ട്, പിന്നെ അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ ടൂള് ഫയർവോൾ ബ്ലൂസ്, മാക് അഡ്രസ് ബ്ലോക്സ് നമുക്ക് അത്രയ്ക്ക് മതി, കഴിഞ്ഞു. പിന്നെ ഹെൽപ്പ്, യൂസർ മാനുവൽ, യൂസർ ഗൈഡ്, എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു ചെറിയൊരു മാനുവൽ പോലെ വരും. വന്നില്ല? ഓ നോ. മാനുവൽ പേജ്, വയർ ഷാർക്ക് മാനുവൽ പേജ്. കുറച്ചും കൂടെ ടൂൾസ് ഇവിടെ കിടപ്പുണ്ട്. നമുക്കിപ്പോൾ വയർ ഷാറിന്റെ മാനുവൽ പേജസ് മതി. ഇപ്പം ഓപ്പൺ ആവുന്നില്ല. അപ്പോൾ സംതിങ് ഇസ് ഹാപ്പൻഡ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വയർ ഷാർക്കിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് അറിയണമെങ്കിൽ, ഇനി ഏതെങ്കിലും ടൂൾസിനെ കുറിച്ച് വർക്കിംഗ് എങ്ങനെയാണെന്നും കാര്യങ്ങൾ എങ്ങനെയാണെന്നും അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് സെറ്റ് ആക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.